നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ പുകൽ വേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഈ ഒരു ദിവസം കൂടി തന്ന കൃപയ്ക്കായി നന്ദി. എത്രവണ്ണം മരണം വഴിയായി കടന്നു വന്ന കർത്താവേ, അതിനുപരിയായിട്ട് ആര് തന്ന ഭക്ഷണം തീറ്റിപ്പോറ്റി കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, വചനം കേൾക്കുമ്പോൾ ഓരോ മനുഷ്യരിലും ചെന്ന് അത് ഇരുതയോളം വാൾ പോലെ മൂർച്ചയുള്ളതും ശക്തിബന്ധങ്ങളെ തകർത്തുകൊണ്ട് ദൈവമേ ഓരോ മനുഷ്യനും അതനുസരിച്ച് ജീവിപ്പാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് നല്ലത് സംസാരിക്കും, നല്ല പ്രവർത്തിക്കാനുള്ള കൃപ ഓരോ മനുഷ്യനും കൊടുക്കട്ടെ. അന്ത്യകാലമാണല്ലോ കർത്താവ്. ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. യേശുനാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ തമ്പുരാൻ പറഞ്ഞ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കുന്നതിനെ വിധിക്കരുത്. നമ്മൾ ഓരോ മനുഷ്യനെ കാണുമ്പോൾ ഏറ്റവും ചെയ്യരുത്, ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. ഒരു മനുഷ്യനെ വിധി കൊടുക്കുമ്പോൾ നീ അങ്ങനെ നടക്കത്തില്ല. തമ്പുരാൻ അതാ പറയുന്നത്, നീ വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന ആ വിധിയാൽ നിങ്ങൾ വിധിക്കപ്പെടും. എന്നാൽ നമ്മൾ സ്വയമേ ചിന്തിക്കുന്നതിനോട് നമ്മൾ വിധിക്കുന്നു, അത് വരും, അങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും. അതല്ല, നമ്മൾ ദൈവത്തിൻ്റെ ഞാൻ ഉൾപ്പെടെയാണ്. ഒരു മനുഷ്യൻ ബലഹീന കൊണ്ടാണ് ഈ വിധി നടക്കുന്നത്. കർത്താവ് പറയുന്നത് സ്നേഹം നിഗളിക്കുന്നില്ല, പ്രശംസിക്കുന്നു. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ്റെ ഫണ്ടിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഒരു മനുഷ്യനെ വിധിക്കാതിരിക്കുമോ, അരുതാത്ത പറയാതിരിക്കുമോ. എന്നാൽ മനുഷ്യൻ ബലഹീനനാണ്, അന്നേരം പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും. ദേഷ്യം വരുമ്പോൾ പലതും പറയാറുണ്ട്, പലതും ചിലത്ത് പവിക്കാറുണ്ട്. പവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മൾ പറഞ്ഞു പോയല്ലോ, നമ്മുടെ ഭാഗത്തെ കുറ്റബോധം. ചില മനുഷ്യർക്ക് ഒരു കുറ്റബോധവും ഇല്ല, അത് അങ്ങനെ തന്നെ വരട്ടെന്നാണ് പറയുന്നത്. മക്കൾ മാതാപിതാക്കളെ ശപിക്കും, മാതാപിതാക്കൾ മക്കളെ ശപിക്കും. പാപവാക്കാണല്ലോ നമ്മൾ വിധിക്കുന്നത്. നീ അങ്ങോട്ട് പോകരുത്, പോയാൽ ഇങ്ങനെ നടക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബലഹീനത കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ബലഹീനത കൊണ്ട് മാറ്റിക്കൊണ്ട് നമ്മൾ തമ്പുരാൻ്റെ ഫണ്ടിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അതായത് എന്നാൽ സ്വന്തം കണ്ണിലെ കോല, എന്നാൽ എൻ്റെ കണ്ണിലെ കോല ഇരിക്കുമോ? മറ്റവൻ്റെ കരട് അവൻ്റെ കരടേ ഉള്ളൂ. മറ്റവൻ്റെ കണ്ണിലെ കരട നമ്മളെടുക്കാൻ ഓടുന്നത്. നമ്മളെപ്പോഴും നമ്മൾ കരട് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മുടെ കണ്ണിലെ പറഞ്ഞു കേട്ടിട്ട് ഒരു മന്തുകാലൻ ഒരുത്തൻ്റെ മന്തുകാല് കുഴിച്ചിട്ട് മറ്റേ ഒന്നുമില്ലാത്തവൻ്റെ കാലിന് വേണ്ടി ആക്ഷേപിക്കുമോ? നമ്മുടെ മനുഷ്യനായ ബലഹീന കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതായത് അത് നമ്മൾ എപ്പോഴും അറിയുന്നത്, ഭഗവാന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്തും അല്ല. സ്വന്തം കണ്ണിലെ കോല ഇരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിലെ കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കുണ്ടാവണം. നമ്മളെപ്പോഴും തമ്പുരാനെ സന്നദ്ധിയിലാക്കി തമ്പുരാനോട് നിർത്തി തമ്പുരാനെ മുൻനിർത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് നമ്മൾ പോവാൻ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇട്ട് കളയരുത്. കറക്റ്റായിട്ട് വചനം. നമ്മളെപ്പോഴും പന്നി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എത്ര കുളിപ്പിച്ച് എത്ര സോപ്പിട്ട് നല്ലോണം ആക്കിയാൽ ഇച്ചിരി കഴിയുമ്പം ചെലിച്ചുകൊണ്ടില്ലാവും പോയി കിടക്കും. എന്നുപോലെ മനുഷ്യൻ്റെ കാര്യം. മനുഷ്യൻ എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്ക് മതി, മൊത്തം അശുദ്ധിയാക്കും. 1 കിലോ മുന്തിരിങ്ങ അയക്കരുത്, ഒരു മുന്തിരിങ്ങ പന്നലായാൽ മതി. നിമിഷ നേരം കൊണ്ടാണ് പന്നലാവുന്നത്. നല്ലതിനെയോ ഒരു കെട്ടിടം, ഒരു 10 നില കെട്ടിടം 1 സെക്കൻഡ് കൊണ്ട് ഇടിച്ചു പൊളിക്കാം. പക്ഷേ ആ 10 നില കെട്ടിടം എത്ര നാൾ നമ്മൾ പ്രയത്നിച്ചാൽ ആ 10 നില കെട്ടിടം അത് 10 നില കെട്ടിടമാവുന്നത്. പാപത്തിൻ്റെ മേഖല പെട്ടെന്നാണ്, പക്ഷേ നല്ലത് വേണമെങ്കിൽ ഒത്തിരി സമയം പിടിക്കും. അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ജീവിതത്തിൻ്റെ മുന്നിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കണം. നമ്മുടെ കുറ്റം പുറമോട്ടൊന്ന് നോക്കണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്? ചിലവർക്ക് നല്ലത് പറ്റുമോ? അത് മറ്റുള്ളവരെ കൊണ്ട് ഗുണം ചെയ്യും. ഇന്ന് മനുഷ്യനുണ്ട് നന്നാവണമെന്ന കാര്യത്തിൽ ഓർക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം? അവനെ എങ്ങനെ തകർക്കാൻ നോക്കുന്നു. അതിൻ്റെ പിന്നിൽ ഇഷ്ടം പോലെ തകർപ്പിക്കാനാണ് നോക്കുക. അവൻ്റെ നന്മയല്ല, തിന്മയാണ്. 2 മനുഷ്യനൊരു റോഡിൽ കൂടെ വന്നാൽ ഒരു പട്ടി ചത്ത് വാടയെടുക്കും. ഒരുത്തൻ പറഞ്ഞു വാടയാണ്, പക്ഷെ മറ്റവൻ പറഞ്ഞോടാ ആ പല്ല് കണ്ടോ എത്ര സൗന്ദര്യം. ഒരു നന്മയ്ക്ക് തീയതുണ്ട്, തീയതിന് നന്മയുണ്ട്. അങ്ങനെ നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടാണ് നന്മ. ഇപ്പോൾ നമ്മൾ ഒരാൾ വളരണമെന്ന് വിചാരിച്ചാൽ, ഈ ഭൂമിയെ വളരണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ശത്രുക്കളുണ്ടാവത്തില്ല. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൃപ കൂടുതലുള്ളവർക്ക് ശത്രുവേ ഉള്ളൂ. നമ്മൾ ഒന്നും ചെയ്യണ്ട, ശത്രുക്കൾ ഓട്ടോമാറ്റിക് വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും തമ്പുരാൻ്റെ ഫണ്ടിൽ അയക്കുന്ന ഒരു മകനും വേണ്ടി അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഫണ്ടിലേക്ക് എടുക്കും തോറും നമുക്ക് ശത്രുക്കളേ ഉള്ളൂ. ശത്രുക്കൾ കൂടിയാണ് നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മളിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ചില ദുരാത്മാവ് ഇറങ്ങി എന്ത് ചെയ്യുമെന്ന് അറിയാം? മറ്റുള്ളവരിലേക്ക് പോയി
ശത്രു ഉളവാക്കും. നമ്മൾ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, നമ്മളൊന്നും പറഞ്ഞതായിരിക്കും. അന്നേരം എന്ത് ചെയ്യും? നമ്മുടെ വളർച്ച, ശത്രു ഉണ്ടെങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. ഒരു നായ്ത്തീട്ടം നമുക്ക് ഒരു മരം മറിക്കും, പക്ഷേ അത് ഒരു മരത്തിൻ്റെ മുന്നേ മൂട്ടി വീണാലോ അതിന് വളവാണ്, അതിൻ്റെ തീറ്റയാണ്. ഇന്ന് പറഞ്ഞതുപോലെ ചില വചനങ്ങൾ ചിലവർക്ക് കൊള്ളാവുന്നതാണ്, ചിലവർക്ക് അത് അരാജകത്വമാണ്. നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തമ്പുരാൻ്റെ ഫലം അടുക്കും തോറും നമുക്ക് സഹനങ്ങൾ, ആ സഹനങ്ങളൊക്കെ എടുത്ത് മാറ്റി പീഡനങ്ങളുണ്ട്. ശരീരത്തിൻ്റെ വേദന, നെഞ്ച് വേദന എന്ന് വേണ്ട എല്ലാ രോഗവും ദൈവത്തെ അടുക്കുമ്പോൾ മുൾമുനയിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും നമ്മൾ ദൈവത്തെ വിട്ട് ഓടരുത്. വീണ്ടും വീണ്ടും ഫകനമാകുന്ന ആ കുരിശ്, കാൽവറി ക്രൂസിൻ്റെ 3 ആണിവേൽ തമ്പുരാൻ ചെയ്തപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തു. മുന്നോട്ട് ഏറ്റെടുക്കുമ്പോൾ മാത്രമേ ആ സഹനത്തിനൊരു പരിധി ഉണ്ടാവും. നമ്മുടെ ശിഷ്യന്മാരെല്ലാം നോക്കി എന്തോരം സഹനം അനുഭവിച്ച, ഒത്തിരി സഹനങ്ങൾ അനുഭവിച്ചാണ് ശിഷ്യന്മാരായി. ആദ്യമൊക്കെ ഇല്ലെങ്കിൽ പിന്നീട് തമ്പുരാനെ അടുക്കും തോറും സഹനങ്ങളുണ്ടായിരുന്നു. സഹനം അവർ സ്വീകരിച്ചു. ചിലവർ സഹനം സ്വീകരിച്ചാണ് മരിച്ചത്. നമുക്കതിനുണ്ടോ? നമ്മൾ തമ്പുരാൻ്റെ ഒരിക്കൽ വരുമ്പോഴേ തമ്പുരാനെ എനിക്ക് അത് തരണം ഇത് തരണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഓടി അപ്പുറത്ത് പോവുക. ശരിയല്ലേ? നമുക്ക് വേണം, നമുക്ക് എപ്പോഴല്ല ഇന്നല്ല നാളെ കിട്ടുമെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. ഇന്ന് പള്ളിയിൽ പോകുന്നവരുണ്ട്, അമ്പലത്തിൽ പോകുന്നവരുണ്ട്, ഇങ്ങനെ കയറുന്നിടത്ത് എവിടെല്ലാം പോകും അവിടെ എല്ലാം പോകും. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാണ്, പെണ്ണുമ്പിള്ള ഓപ്പറേഷൻ അതുവരെ ഇയാൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു, പണം കൊണ്ട് എന്തും കിട്ടുമെന്ന് പറഞ്ഞു. അവസാനം ഈ പണം കൊടുത്തവരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുപ്പി ബ്ലഡിന് പോലും ഇയാൾക്ക് മനസ്സിലായി. എല്ലാ കൂട്ടുകാരെയും വിളിച്ചപ്പോഴും പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആരും കൊടുത്തില്ല. അവസാനം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അരികെ ചെന്നപ്പോൾ അവൻ്റെ അരികെ പലരും പറഞ്ഞു ഇവന് കൊടുക്കരുത്, ഇവന് ഞാൻ ഭയങ്കര അഹങ്കാരിയ, മാലയൊക്കെ പുറത്തോട്ടിട്ട് എല്ലാവരും കാണിച്ച് കണ്ടാൽ മിണ്ടത്തില്ല. അന്നേരം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ആപത്തിൽ കിടക്കുമ്പോഴല്ല ഒരാളെ പരീക്ഷ അതാകെ ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യാതിരിക്കേണ്ടത്, അവനെ ഹെൽപ്പ് ചെയ്ത്. ഇന്ന് അദ്ദേഹം എല്ലാവരും മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ആ ഒറ്റ ഇതിൽ കൂടി അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അന്നേരം നമുക്ക് ഓരോ അവസരങ്ങൾ തമ്പുരാൻ തരുന്ന എന്തിനാണ്? മാനസാന്തരത്തിന്. എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്തതുണ്ട്, പക്ഷേ തമ്പുരാൻ അവസാനം മരിച്ചം കിട്ടും. അന്നേരം ദൈവം അതാ പറഞ്ഞത്, നമ്മുടെ ഇച്ചിരിയും ചെറിയൊരു കരടാ സഹോദരൻ്റെ ഇരിക്കുന്നത്, നമ്മുടെ കണ്ണി വലിയ കോലായിരിക്കുന്നു, എടുത്ത് കളയാതെ സ്വന്തം സഹോദരൻ അത് വരട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. തമ്പുരാൻ പറയുന്നത് നിന്റെ മുത്തുകളെ പന്നിയുടെ മുന്നിട്ട് കൊടുക്കും. പന്നി എത്ര കുളിപ്പിച്ച് പെരയ്ക്കകത്ത് കൊണ്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കാണുമ്പോൾ ചള്ള എന്ന് പറഞ്ഞ കൂടെ മനുഷ്യനായ ചിലവരൊക്കെ എത്ര കേട്ടാലും എത്ര കണ്ടാലും പഠിക്കത്തില്ല, എത്ര വന്നാലും പഠിക്കില്ല. മറവി എന്ന രോഗം മനുഷ്യൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് കൂടുതലാണ്. വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനും ചിന്തിക്കാനും ആർക്കും സമയം. വേണ്ടാത്ത കാര്യങ്ങൾ എന്ത് വേണമെന്ന് ചിന്തിച്ച് എത്ര മനസ്സിൽ എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ എത്ര മനസ്സിൽ നിന്ന് അത് മാറിപ്പോകത്തില്ല. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ മലയാളി ക്രിസ്ത്യാനികൾക്കെല്ലാം മടിയാണ്. നിമിഷങ്ങൾ, 1 മിനിറ്റ് 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ സമയമില്ല. ആ സമയങ്ങളൊക്കെ സീരിയലും TV-യൊക്കെ കാണാനുള്ള സമയം. നമ്മൾ അതല്ല, ഈ അന്തിമ കാലങ്ങളിൽ നാളെ എന്താ സംഭവിക്കുന്നതെന്ന് ഈ ലോകത്തിന് നമുക്ക് പറയാറുണ്ട്. വലിയ കൊടുങ്കാറ്റുണ്ടാവാൻ പോവുക, വലിയ പേമാരി ഉണ്ടാവാൻ പോവുക. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, നമ്മൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചില്ലെങ്കിൽ വലിയ വിപത്തുകളിലേക്ക് വഴിമുട്ടുക. പണ്ട് മാതാപിതാക്കൾ കിടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നല്ല ഉയർച്ച കിട്ടിയത്. ഇന്ന് മക്കൾ അവിടെയും പോയി ഇവിടെയും പോയി പൈസ ഉണ്ടാക്കണമെങ്കിൽ മാതാപിതാക്കൾ കണ്ണീരിലൊഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്, ഉപവസിച്ചതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ്. പറഞ്ഞുകൊണ്ടില്ല. നമ്മളന്ന് ഇന്ന് ഇതെല്ലാം അന്യായപ്പെട്ടു പോയി. നമ്മളതൊന്നും വേണമെങ്കിൽ കിട്ടുന്ന, പ്രാർത്ഥിച്ചില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും നമുക്ക് എല്ലാം കിട്ടുമെന്ന് പറയുന്നിടത്ത് നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ട സമയമായി. അമേരിക്കയിലൊക്കെ പള്ളികളൊക്കെ വിറ്റു പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, മൊത്തം ബാറുകളായി. ഇന്ന് അതിൻ്റെ ഫലം നേരെ തിരിച്ച് പഠിച്ചുകൊണ്ട് ജനങ്ങൾക്ക്, അവിടുത്തെ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കഥയില്ലെന്ന്. ഇപ്പം തിരിച്ച് പിടിക്കാൻ തുടങ്ങി. എന്നാൽ നമ്മുടെ മക്കളോട് കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ കാര്യം എങ്ങനെയാണ്? അപ്പം കൊമ്പത്ത് അമ്പ വരമ്പത്ത് പിള്ളേരെല്ലാം പറ്റാത്ത. ഇന്ന് നമ്മുടെ ജീവിതം ആ ജീവിതമാകുന്നിടത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരിക്കലും മക്കളെ, ഇന്ന് കൊച്ചുമക്കളെ പറയാൻ പേടിയാണ്. അതെന്താ? ദൈവത്തിൻ്റെ വചനം അവരിലോട്ട് എത്തുന്നില്ല. നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ട്. ഈ ലോകത്ത് ഇന്ന് പണ്ടൊക്കെ വീട്ടിൽ ആഹാരം വെക്കുന്നു, ഇന്ന് വീട്ടിൽ ആഹാരം വെക്കുന്നുണ്ടോ? ഇതെല്ലാം ബേക്കറില്ല, അത് മൊത്തം വിഷങ്ങളാണ്. അത് തിന്നാണ് ഇന്ന് മക്കൾക്ക് കൂടിയിരിക്കുന്നത്. കൂടെ പോകുന്നവൻ ഒത്തിരി ആഹാരം കൊടുക്കാതെ മോനെ 100 രൂപയുടെ ഇട്ട് കൊടുക്കും, 200 രൂപ ഇട്ട് കൊടുക്കും. ഇത് കിട്ടാതെ വരുമ്പോൾ കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ അടിമയില്ല. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്താ പോവാത്തെ? എന്താ പറയാത്തെ?
ഇന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമോ? അവരുടെ ജീവിതം, എൻ്റെ ജീവിതം. എൻ്റെ പെങ്ങളുടെ മക്കൾ പറയും, ഞങ്ങൾ പഠിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അല്ലാത്ത ജോലിക്ക് പോയാൽ പൈസ കിട്ടും. ഞാൻ ചോദിച്ചോട്ടെ, അന്നേരത്തെ ആ സുഖത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞ് പറഞ്ഞെങ്കിൽ നാളെ നിനക്ക് അടിസ്ഥാനമായ ജീവിതം നിനക്കുണ്ടോ? അന്നേരത്തേക്ക് സുഖത്തിന് വേണ്ടി അന്നേരം നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അടിസ്ഥാന ജീവിതത്തിലേക്ക് നമ്മൾ ഓടണം. ഇന്ന് 1000 രൂപ കിട്ടുമെങ്കിൽ സുഖമാണ്, പക്ഷേ അടിസ്ഥാനം നിനക്കുണ്ടോ? താൽക്കാലികമായ ഒരു ജോബാണ്. ഇന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തമ്പുരാൻ്റെ ഫന്നതിൽ തമ്പുരാൻ വരാറായി. എത്ര പേര് തമ്പുരാൻ്റെ കൂടെ പോകുമെന്ന് കണ്ടറിയും. തമ്പുരാൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര പേര് തമ്പുരാനിലെത്തും. നമ്മൾ അന്നേരം ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ മക്കളെ വിളിച്ച് നമുക്ക് മറ്റുള്ളവരെ നോക്കണ്ട. വിഷത്തെ കണ്ട് പരത്തെ തിരിച്ചറിയും. വിഷം നല്ലതെങ്കിൽ മാത്രമേ പ്രകാശിക്കാൻ പറ്റൂ. നല്ല വൃക്ഷത്തിൻ്റെ അടിക്ക് ജനം വരും. മാങ്ങ പുളിച്ച മാങ്ങയുടെ കൂട്ട് എത്ര പേരാണ് വരുന്നത്? ആ മാവേൽ അത്ര എറിയുന്നില്ല. നല്ല മാങ്ങയ്ക്ക് കയറും. ദൈവത്തെ അറിയുന്നവനെ കഷ്ടതയും പ്രയാസവും. ആ കഷ്ടതയും പ്രയാസത്തിൽ കൂടി തമ്പുരാനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞേ പറ്റൂ. ഇല്ല എങ്കിൽ ഈ ലോകം ഓരോ ദിവസങ്ങളിലും സമാധാനമില്ല, സന്തോഷമില്ല, അന്ധകാരത്തിൻ്റെ നടുകൂടിയ കടന്നു പോകും. പിതാവേ, ഇന്നത്തെ വചനം അനേകരിലേക്ക് എത്താതെ ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനത കൊണ്ടല്ല കർത്താവേ, നിന്നെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നു പലപ്പോഴും കർത്താവേ. പലപ്പോഴും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ക്ഷീണമൊക്കെ ആണെന്ന് കർത്താവേ. നിന്റെ ഒരു വചനം പറയുമ്പോൾ, ഒരു സമയത്ത് ഒരു വചനം പറഞ്ഞു ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അഹങ്കാരികളെ അല്ലാതെ അതെല്ലാം തളർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കുറവുകളുണ്ട് കർത്താവ്. സമാധാനം, സന്തോഷം അനേകരുണ്ട് കർത്താവ്. എങ്കിലും ഞങ്ങൾക്ക് ഈ പ്രഭാതം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്. എത്രയോ എണ്ണം ദൈവമേ ഈ ഒരു പ്രഭാതം കിട്ടാതെ ദുഃഖത്തിലും പ്രയാസത്തിലും ആണല്ലോ കർത്താവ്. ഒരു നേരത്തെ ആഹാരമില്ല, വസ്ത്രമില്ലാത്തവരുണ്ടല്ലോ കർത്താവ്, വീടില്ലാത്തവരുണ്ടല്ലോ കർത്താവ്. പിതാവേ, മയക്കുമരുന്നിനുള്ളവരുണ്ടല്ലോ കർത്താവ്. ഇന്ന് ജീവിതത്തിൻ്റെ മുന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നനയ്ക്കണം കർത്താവ്. ബന്ധനങ്ങൾ അഴിക്കട്ട് കർത്താവ്. അന്ധകാരശക്തികളെ വിടുവിക്കണമേ പിതാവ്. എല്ലാ അന്ധകാരശക്തികളെ യേശുവിൻ്റെ ഇരുത്താൽ കഴിവി പിതാവ്. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരും മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. മക്കളെയും കൊണ്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, വിവാഹപ്രായത്തിൽ യുവാക്കളുണ്ടല്ലോ കർത്താവ്, അവർക്ക് വിവാഹം കഴിക്കാത്തവർ ദൈവമേ, മദ്യപാനത്തിൽ ആസക്തിയിൽ ദൈവമേ ഇന്ന് കടന്നു പോകുന്ന ഈ ലോകത്തിൽ പിതാവെ, നല്ല മക്കളെ വാർത്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പറ്റ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ പലപ്പോഴും കേൾക്കുന്നില്ല കർത്താവ്. ദൈവമേ, നീ ഒന്ന് മനസ്സിനൊരു രൂപാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഈ ലോകത്ത് പിതാവ് അനശ്വരമാണ് കർത്താവ്. 70 അതിലേറെയാൾ കഷ്ടം മാത്രമാണ്. അനാഥാലയം, വൃദ്ധമന്ദിരങ്ങളും ദൈവമേ ഓരോ ദിവസം പൊങ്ങി വരുമ്പോൾ കർത്താവെ, മക്കളെ നോക്കാതെ മാതാപിതാക്കളെ നോക്കാതെ എല്ലാ അനാഥാലയത്തിൽ വിടുമ്പോൾ കർത്താവെ, മക്കളെയും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടി കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവെ. മക്കളെ ദൈവത്തെ കൂട്ടി വളർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. ഓരോരുത്തരും പിതാവ് ഒരുത്തരും നഷ്ടപ്പെട്ടു പോകുന്നത് കർത്താവ്. നീ സ്വർഗരാജ്യത്തിൽ നീ കാണുന്ന കർത്താവ്. ഒരുവൻ ഭൂമിയിൽ മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുന്നു കർത്താവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം യേശു നാമത്തിൽ തന്നെയാണ്.